എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷവും ഈ സമയത്ത് ഇതേപോലെ പ്ലാന്റ്സിൻ്റെ കൊമ്പുകളൊക്കെ സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസിൻ്റെ കൊമ്പൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കുറേ കൂട്ടുകാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ചോദിച്ചവർക്ക് കൊടുക്കാനുണ്ടായില്ല. അത്രയും ഞാൻ വെട്ടിയ കമ്പുകൾ മുഴുവൻ എനിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ പിടിച്ചില്ല എന്നുള്ളതൊന്നും പിന്നെ എനിക്കറിയില്ലല്ലോ, എനിക്ക് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ഒരു സന്തോഷമല്ലേ, അത് ആർക്കൊക്കെ പിടിച്ചെന്ന് അറിഞ്ഞാൽ. നമ്മൾ ഈ റോസിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ, നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് ഇതിൻ്റെ കടയൊക്കെ ഒന്ന് മണ്ണെടുത്ത് കോരിയിട്ട് ചാണകപ്പൊടി പിന്നെ ഒരു ഇത്തിരി വെണ്ണീർ നല്ലതാണ് കേട്ടോ, പൂക്കൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായച്ചണ്ടി, മുട്ടത്തോട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നിർത്തിയതാണ്. ഇപ്പം മഴ അങ്ങോട്ട് പെയ്തപ്പം നന്നായിട്ട് പൂക്കളുണ്ടായി. കൊലയിൽ 2, 3, 4 എണ്ണമൊക്കെ ആയിട്ടാണ് പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനിപ്പോൾ ഈ പൂവൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെട്ടിക്കൊടുക്കും. ഈ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പൊക്കെ പിന്നെ നന്നായിട്ട് കുറ്റിയാക്കിയിട്ട് വെട്ടും. ആ കമ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളവർ ചോദിക്കുമല്ലോ, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും കുറച്ച് സമയം കൂടെ. അടുത്തതൊരു നാടൻ റോസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഉള്ള കളർ തന്നെയാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു നിറം കൂടുതലുണ്ട്. അത് നമുക്കിങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ ഇത് നന്നായി കൊലയായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതല്ല, ഇങ്ങനെ ഉണ്ടാവും. ഇതിലും കൂടുതൽ കണ്ടില്ലേ, തൊട്ടടുത്ത് ആ മൊട്ടുകൾ അത്രയും പൂക്കളുണ്ടാവും. ഒരു 20 പൂവൊക്കെ ഒരു കൊലയിൽ ചിലതിലുണ്ടാവും. ഇപ്പോൾ നേരത്തെ കാണിച്ചാൽ 5, 10 അങ്ങനെ പല രീതിയിൽ. ചിലതൊന്നും ഉണ്ടാവും കേട്ടോ, ഒരൊറ്റ പൂവും ഒരു മൊട്ട്, അങ്ങനെ പല രീതിയിലാണ് അത് ഉണ്ടാവുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും കമ്പിന് പൂക്കളുണ്ടാവും. എന്താ വെച്ചെങ്കിൽ ഇത് വള്ളി റോസാണ്, ഇതിങ്ങനെ പടർന്ന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നീളമുണ്ട് ഇതിൻ്റെ വള്ളിക്ക്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തലപ്പ് പൂവുണ്ടാവും. അത് പല വിധത്തിലാണ് മാത്രം. ഇതും നമ്മൾ പൂക്കൾ കഴിഞ്ഞിട്ടേ അയച്ചു തരുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു വള്ളിച്ചെടി ആയത് കാരണം നമുക്ക് മതിലിൻ്റെ അടുത്ത് വെച്ച് പടർത്താനും ആർച്ചാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് പടർത്തിയാലും നല്ല ഭംഗിയാണ്. ഇതും നമ്മൾ പൂക്കൾ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ കേട്ടോ കട്ടിങ്സ് കൊടുക്കുക. ഇത് ബട്ടൺ റോസാണ്. ഇത് ഒരു കൊലയിൽ 5, 6 പൂക്കളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ കേട്ടോ. ചിലതിൽ 5, 6 എണ്ണമൊക്കെ ആയിട്ട് കൊലയായിട്ട് വരും. ഇതിന് ഏത് സമയത്തായാലും ഇതിലെപ്പോഴും ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ വെട്ടി കൊടുത്താൽ അതിൻ്റെ താഴത്തുനിന്ന് തന്നെ പുതിയ ഇള വരും. അത് മൊട്ടോട് കൂടിയിട്ടാണ് വരിക. ഇത് വല്ലാതെ നീളം വെക്കില്ല, കുറ്റിയായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇത് നമ്മൾ നാടൻ റോസിൻ്റെ കാണിച്ച പോലത്തെ പൂവിൻ്റെ വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ പൂക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്പിൽ 4, 5 എണ്ണം കൊലയിൽ ഉണ്ടാവുമെന്ന് മാത്രം. ഇത് നമ്മുടെ അടുത്ത് അത്ര അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കമ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നാടൻ തെച്ചിയാണ് കേട്ടോ, ഉണ്ടത്തെച്ചിന്നും പറയും ഇവിടെയൊക്കെ. ഇതാ വലിയ പൂക്കളായിട്ട് കൊലയായിട്ട് ഉണ്ടാകുമ്പോൾ ഇടയിൽ ഓരോരോ മഞ്ഞ പൂക്കൾ കാണാം ചില സ്ഥലത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നിറച്ച് പൂക്കളായിട്ടുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇല കാണാതെ പൂക്കളുണ്ടാവും. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇത് സാധാരണ എല്ലാ സ്ഥലത്തും ഉണ്ടാവണ ഇനി എല്ലാ വീട്ടിലും. അതിന് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട, അത് വലിയ വളപ്രയോഗവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു തെച്ചിയാണ് ഇത്. കൊമ്പ് വെട്ടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് കുറേ പൂക്കൾ കൊലയായിട്ട് ഉണ്ടായി നിൽക്കുമ്പോൾ ശലഭങ്ങളും കിളികളും ഒക്കെ തേൻ കുടിക്കാൻ എപ്പോഴും വന്നിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കുറേ കിളികളും പക്ഷികളും ഒക്കെ ഇതിനായിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നല്ലൊരു സന്തോഷമാണ് പൂക്കൾ നിറച്ച് നിൽക്കുമ്പോൾ. ഇനി ഇത് ഒരു റോസ് കളറ് തെച്ചിയാണ്. ഇത് നാടൻ തെച്ചിയല്ല കേട്ടോ, ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഇത് കമ്പ് കുത്തിയിട്ട് തന്നെ നമ്മൾ പിടിപ്പിക്കുന്നത്. കമ്പ് കുത്തിയ മൂത്ത കമ്പ് നമ്മൾ കുത്തുക, നന്നായിട്ട് ഉണ്ടാവും. ഇതായാലും ഇപ്പോൾ നമ്മൾ ഈ പൂക്കളുടെ അങ്ങോട്ട് കഴിഞ്ഞാൽ നിറച്ച് വെട്ടി കൊടുത്തിട്ട് ആ കമ്പുകളൊക്കെ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും പൂക്കും. ഇത് വെട്ടി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് പൂത്ത് ഉണ്ടായി വരുന്നത്. ഇതും നല്ല കൊലയായിട്ട് ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിലും കൂടുതൽ ഇനിയിപ്പോൾ ഉണ്ടാവുകയെന്നേ ഉള്ളൂ. ഇത് കുറച്ച് തുടക്കത്തിൽ ഞങ്ങൾ എടുത്തതാണ്, ഇപ്പോൾ ഇതിലും കൂടുതലായിട്ടുണ്ട്. അടുത്തതൊരു ഇളം ഓറഞ്ച് തെച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ കളറാണ് തോന്നും. ഇതല്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ കടും കളറാണ്. ഇതും ഉണ്ടയായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇത് നഴ്സറി തെച്ചി തന്നെയാണ് കേട്ടോ, നാടൻ തെച്ചിയല്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളിത് കമ്പൊക്കെ വെട്ടിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇത് വീണ്ടും പൂക്കും. കമ്പ് വെട്ടി കൊടുത്താൽ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ പിന്നെയും പൂക്കും. അപ്പോൾ എപ്പോഴും ഇതിൽ പൂവൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ചട്ടിയിൽ വെച്ചിട്ടായാൽ അങ്ങനെയും നല്ല ഉണ്ടാവും. പുറത്ത് വെച്ചിട്ടായാൽ കുറച്ചുകൂടി വലുതാവും. ചട്ടിയിൽ വയ്ക്കുമ്പോഴാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് കോളാമ്പിയാണ് കേട്ടോ. ഇത് നമ്മളെ നായക്കൂടിൻ്റെ മീതെയാണ് പടർത്തി കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ കട്ടിങ്സ് തന്നെയാണ് ഇപ്പോൾ സെയിലിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോയമ്പത്തൂർ മുല്ലയും പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമ്മളിപ്പോൾ കട്ടിങ്സ് ഇതിൻ്റെ കൊടുക്കണില്ല. ഇത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിപ്പോൾ ഇത് എൻ്റെ എല്ലാം കമ്പുകളാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 20 രൂപയാണ് ഒരു കമ്പിന് ഇട്ടിട്ടുള്ളത്. എല്ലാം നല്ല മൂത്ത കമ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് ചിലവരൊക്കെ 20 രൂപയ്ക്ക് പോലും സാധനങ്ങൾ കമ്പുകൾ നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്കും ഭയങ്കര നഷ്ടമാണ്. അവരുടെ അടുത്തും നമ്മൾ പറയാണ് 70 രൂപ കൊറിയർ ചാർജ്. ഇതായിട്ട് നമ്മൾക്ക് പോവാനും ഇത് പാക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, മിനിമം 100 രൂപയ്ക്കെങ്കിലും നിങ്ങൾ കമ്പുകൾ മേടിക്കണം. എന്നാലേ നമ്മൾക്കിത് കൊണ്ടുപോകാനായിട്ട് ഒരിതുള്ളൂ. പിന്നെ ഇത് മേടിക്കുന്നവരെടുന്നാലും നമുക്കത് മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരിത് വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.